ഹായ് ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? പിന്നില്ലേ, നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം, ആ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പണം കൊടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തോ ഒന്നും വാങ്ങിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ അത് നമ്മളിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത അത്രയും മൂല്യമുള്ളൊരു വസ്തുവാണ്. നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും, അത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെയുള്ള സാധനം. ഞാൻ എത്രയും ക്ലൂ ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? എന്തിനെ കുറിച്ചാ? യെസ്, നമ്മുടെ ടൈമിനെ കുറിച്ചല്ലേ. നമ്മുടെ സമയം എന്ന് പറഞ്ഞത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടൊരു സാധനമാണ് അല്ലേ. അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താ? നമുക്കൊരാൾക്ക് ഇപ്പം നമ്മൾ പല റിലേഷൻഷിപ്പിലുള്ള ആളുകളാണല്ലേ. ഇപ്പം പാരൻറ്റിങ് റിലേഷൻഷിപ്പിലുണ്ടാവും, അതേപോലെ കല്യാണം കഴിച്ചുള്ള ദാമ്പത്യ റിലേഷൻഷിപ്പിലുണ്ടാവും, അങ്ങനെ ഫ്രണ്ട്സ് എന്തോ ആയിക്കോട്ടെ, ഏത് റിലേഷൻഷിപ്പിലും നമുക്ക് നമ്മുടെ പാർട്ട്ണർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രഷ്യസ് ആയിട്ടുള്ള ടൈം തന്നെയാണ്. നമ്മളെ ടൈം, നമ്മുടെ സമയം നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വില കൽപ്പിക്കുന്നുണ്ട്, അവരെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഏതൊരാളും ആഗ്രഹിക്കുക എന്ന് പറഞ്ഞത്, ഏതൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആ സമയം, അത്രയും വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു പാരൻറ്റിങ്ങിൻ്റെ കേസ് എടുക്കുമ്പോൾ, ആസ് എ പാരൻ്റ്, ഒരു പാരൻ്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പാരൻറ്റിങ്ങിൽ ടൈമിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അത്രയും ഡീപ്പിലാണ് നിൽക്കുന്നത്, ഇതിൻ്റെ ഒരു ഹൈ ഇതിലാണ് നിൽക്കുന്നത്. എന്ത് പറഞ്ഞത്, നമ്മുടെ ടൈം എന്ന് പറഞ്ഞത്. ഒരു പാരൻ്റ് ആയിരിക്കുമ്പോൾ ഒരു കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ടൈം ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയം എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കും കുറച്ച് സമയം മാറ്റി വെച്ചില്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്തിന് അത്രയേറെ വാല്യൂ ഉണ്ട്. ഞാനൊരു എക്സ്പീരിയൻസ് പറയാവേ. ഇപ്പോൾ നമ്മൾ കോഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത്, ഞാനൊക്കെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, കേസ് സ്റ്റഡി ഉണ്ടാക്കാനുള്ള ഒരു വർക്കുണ്ട്. കേസ് സ്റ്റഡി ഉണ്ടാക്കണം, അതേപോലെ നമ്മൾ അതിന് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടികളൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കും, ആരെ ഇപ്പോൾ ഒരു കേസാക്കി എടുക്കുക, പിന്നെ അവരെ ഹിസ്റ്ററി പഠിക്കണം, മൊത്തത്തിൽ ഡാറ്റകൾ കളക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, കേസ് സ്റ്റഡി ഉണ്ടാക്കണം. എല്ലാവർക്കും അറിയുണ്ടാവും കേസ് സ്റ്റഡിനെ കുറിച്ചിട്ടൊക്കെ, പ്രത്യേകിച്ച് സൈക്കോളജി ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അറിയുന്നുണ്ടാവും. അപ്പോൾ കേസ് സ്റ്റഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു, ആരെ ഇപ്പോൾ സെലക്ട് ചെയ്യാം, ആരെ ഇപ്പോൾ കേസാക്കി എടുക്കാം. അപ്പോൾ ക്ലാസ്സിലൊരു മോളുണ്ടായിരുന്നു, നല്ലൊരു മോളാണ്. അവളെപ്പോഴും എൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യും. ഫസ്റ്റിലൊക്കെ എന്നെ പരിചയപ്പെട്ട സമയത്തൊക്കെ ആദ്യത്തിലൊക്കെ അവൾ എന്നെ കമൻറ്റ് ചെയ്തിട്ടും, അതേപോലെ തന്നെ ഞാൻ എന്തോ പറയുന്നത് അതിന് നേരെ എതിരെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടൊക്കെ ഇരുന്ന് അവൾ അറ്റൻഷൻ സീക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവളെ തന്നെ ആക്കാം എൻ്റെ കേസ് സ്റ്റഡി, ഇവളാവുമ്പോൾ ഒന്നുകൂടി നന്നായിരിക്കും എന്നുള്ളതില്ല. പക്ഷെ നല്ലൊരു മോളാട്ടോ, പഠിക്കാനൊന്നും കുഴപ്പമില്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവളേക്ക് ഒന്നുകൂടി കൂടുതൽ അടുത്തും അവളുടെ ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പോകെ പോകെ ഇവളെന്ത് ചെയ്തു, ആ ഒരു എന്നോടുള്ള ഞാൻ പറഞ്ഞ എതിര് പ്രവർത്തിക്കുന്നതിന് പകരം നല്ല ഫ്രണ്ട്ലി ആയി എപ്പോഴും സംസാരിക്കാനൊക്കെ തുടങ്ങി, ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ അവൾ എൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ ഞാൻ പറഞ്ഞതിനൊക്കെ എതിര് പറഞ്ഞിരുന്ന ആൾ പിന്നീട് ഞാൻ നന്നായിട്ടോ അല്ലെങ്കിൽ നല്ല പഠിക്കണ്ടിട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അവളെ മാക്സിമം എഫേർട്ട് ഇടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയി. അപ്പോൾ അവളറിയാതെ തന്നെ അവളെ കുറേ ഡാറ്റകളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് അങ്ങനെ ഇതാക്കി. അപ്പോൾ ഒരു ദിവസം അവൾക്ക് ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയത്തും അവൾ പറഞ്ഞു, മിസ് എപ്പോഴും എന്നിട്ട് സംസാരിച്ചാൽ മതി, കുറച്ച് നേരം എന്നിട്ടൊന്ന് സംസാരിച്ചാൽ മതി, എനിക്ക് അതാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇതൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ, അവളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസാണ്. അവളുടെ ഫാദർ ആയിക്കോട്ടെ മദർ ആയിക്കോട്ടെ രണ്ടുള്ള എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ഹൈ ലെവൽ ജോബുള്ള ആളുകളാണ്. പിന്നെ അവൾക്കൊരു സിബ്ലിംഗ് ആണുള്ളത്, ഒരു സിസ്റ്ററാണുള്ളത്. അവളെക്കാൾ ഒരു 8 വയസ്സിന് മൂത്ത സിസ്റ്ററാണ്. അവൾ പുറത്ത് പഠിക്കുക തൊട്ടാണ്. അപ്പോൾ വീട്ടിലെന്ന് പറഞ്ഞത് ഇവളും ഇവളുടെ ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ. ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആളുകളാണ്. ഇവർ രാവിലെ ഇവൾ എണീക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യും, ജോലിക്ക് പോകും. പിന്നെ രാത്രി കുറേ ലേറ്റ് ആയിട്ട് വരിക, ചില ദിവസം നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഇവളുടെ കൂടെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആ ഒരു ഹോം മെയ്ഡാണ്, വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന ആളാണ്. അവരെന്ന് പറഞ്ഞാൽ അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വീട് ക്ലീൻ ചെയ്യുന്നുണ്ട്, അവളുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവൾക്ക് വേറൊരു വീട്ടിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാളുമില്ല. ഫോണുണ്ട്, ടി വി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഒരു സൗകര്യത്തിന് അത്യാവശ്യം ക്യാഷ് ഉണ്ട് അവളുടെ കയ്യിൽ, എല്ലാം അവൾക്കുണ്ട്. പക്ഷെ അവളോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാനോ അല്ലെങ്കിൽ അവളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനോ, എന്താ നിനക്ക് ആവശ്യം എന്ന് ചോദിച്ചറിയാനോ ഒന്നും ഒരാളില്ല.
പക്ഷെ അവൾക്ക് എല്ലാം കിട്ടുന്നുണ്ട്. അവളെ ചോക്കും നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, നല്ല ഡ്രസ്സ് കിട്ടുന്നുണ്ട്, അവൾക്ക് ഇപ്പോൾ പുറത്ത് പോകണം, അതൊക്കെ എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്ത്, അവളെ പാരൻസിൻ്റെ കെയർ കിട്ടുന്നില്ല. അവർ ഇവൾക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, പണിയെടുക്കുകയാണ്. ഇവളെ നല്ലൊരു ഫ്യൂച്ചർ സ്വപ്നം കണ്ട്, ഇവളുടെ താൻ്റെയും നല്ല ഫ്യൂച്ചർ സ്വപ്നം കണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ മോൾക്ക് കൊടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞത് അവരുടെ കെയറാണ്, അല്ലെങ്കിൽ അവരുടെ സ്നേഹമാണ്. ഇത് അവൾക്ക് കിട്ടുന്നില്ല. അവൾ പറയണ്ടേ എൻ്റെ ഉമ്മിപ്പൊക്കെ നല്ലതാണ്, എന്നോട് പറയുന്നത് ഉമ്മിപ്പൊക്കെ നല്ലതാണ്, അവർ എനിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. പക്ഷേ ചില സമയത്ത് ഞാൻ തോന്നും ഇവരെന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, എനിക്ക് ഇത്രയും സൗകര്യം ഉണ്ടാക്കി തരണം, ഒരു ദിവസം അവർക്ക് ലീവ് എടുത്ത് എൻ്റെ കൂടെ ഇരുന്നൂടെ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ കഥകൾ അറിയും. അപ്പോൾ ഞാൻ ഒന്നുകൂടി അവളായിട്ട് അടുത്തോട് സംസാരിക്കുമ്പോൾ അവളുടെ വിശേഷങ്ങൾ പറയും, ചിരിക്കും. ഫസ്റ്റിലുള്ള ആളായിരുന്നു, എൻ്റെ പഠനത്തിലൊക്കെ കുറച്ചും കൂടെ എന്തായി മികച്ചതായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ മോൾക്ക് കുറച്ച് സമയം മതിയായിരുന്നു, അവളുടെ ഉമ്മേൻ്റെ ഉപ്പേൻ്റെയും കുറച്ച് സമയം മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ എത്രയോ കുട്ടികൾ നമുക്ക് ചുറ്റുണ്ടാവില്ലേ. ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ ജോബ് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സ്വന്തം മക്കളെ നോക്കാതെ, അല്ലെങ്കിൽ മക്കളെ നോക്കാതെ എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ആ മക്കൾക്ക് വേണ്ടിയിട്ടാവും നമ്മൾ കഷ്ടപ്പെടുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ കേട്ടോ, നമ്മളെ മക്കളെ നല്ല ഫ്യൂച്ചർ സ്വപ്നം കണ്ട് രാവില്ല പകലില്ല എന്ന് കണ്ടിട്ട് അത്രയും ജോലി ചെയ്ത് അവർക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പകരം അതൊന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ, അവരെ സ്നേഹിക്കാൻ, അവരെ കെയർ ചെയ്യാൻ, അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കേസുകൾ നമ്മൾ സൊസൈറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ലഹരി ആയിക്കോട്ടെ, അതേപോലെ ലഹരി, മയക്കുമരുന്ന്, അങ്ങനത്തെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മക്കൾ, ഗേൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നലെ കണ്ട അല്ലെങ്കിൽ ഈ തെരുവിലുള്ള അല്ലെങ്കിൽ ബസ് കണ്ടക്ടർ, അവർ സ്കൂൾക്ക് പോകുന്ന ബസ് കണ്ടക്ടർ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയൊക്കെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ മെയിൻ ഹിസ്റ്ററി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വീട്ടിൽ നിന്ന് കാര്യമായിട്ടുള്ള കെയറൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന സ്നേഹമൊന്നും അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അത് പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സ്നേഹം കുറച്ച് കൊടുക്കുമ്പോൾ അവരതിന് പിന്നാലെ പോകില്ലേ. പിന്നെ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആസ് എ മദർ അല്ലെങ്കിൽ ആസ് എ ഫാദർ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, നമ്മളെ മക്കൾക്ക്, നമ്മളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് ആർക്കാണ്, നമ്മുടെ മക്കൾക്കാണല്ലേ. നമ്മളെ കരിയർ വേണ്ട എന്ന് പറയുന്നില്ല, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ജോബ്, ഇതൊന്നും നമ്മൾ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനോടൊപ്പം എന്തുകൂടി കൊണ്ടുപോകണം, നമ്മുടെ മക്കളെ എന്ത് ചെയ്യണം, നമ്മൾ സ്നേഹിക്കണം, അവർക്കുള്ള കെയർ കൊടുക്കണം. അത് നമ്മൾ പ്രകടിപ്പിക്കേണ്ട വേണം കേട്ടോ, അല്ലാതെ അത് മനസ്സിലാക്കാനുള്ള ദിവ്യശക്തിയൊന്നും അവർക്കില്ലല്ലോ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളെ സ്നേഹവും സമയവും അവർക്ക് വേണ്ടി കുറച്ച് മാറ്റി വെക്കുക. ദിവസത്തിൽ 1 മണിക്കൂർ മതി, ആ 1 മണിക്കൂർ മതിയാകും അവർക്ക് അവരുടെ ലൈഫ് എന്ത് ചെയ്യാൻ, ഒന്നുകൂടി കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യുക, നമ്മുടെ വിലപ്പെട്ട സമയം നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കുക. ക്വാളിറ്റി ടൈം അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുക. അതൊരിക്കലും ഉണ്ടാവില്ല, നമുക്കൊരു നഷ്ടം ഉണ്ടാക്കില്ല കേട്ടോ. ഭാവിയിൽ നമുക്ക് അവരുടെ ടൈം വേണ്ടി സമയമുണ്ട് അല്ലേ. കുറച്ചൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ പ്രായമായി കഴിഞ്ഞിട്ട് അവരുടെ ടൈം വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു കുറച്ച് സമയം നമ്മൾ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അവർ നമുക്ക് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, കാരണം അവർക്ക് വേണ്ട സമയത്ത് നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ തിരിച്ച് നമുക്ക് അതുപോലെ ടൈം തരാത്തത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഈ ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.